മലയാള സിനിമ കണ്ട എക്കാലത്തെയും സസ്പെൻസ് ത്രില്ലർ ദൃശ്യം. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ചിത്രത്തിന്റെ 3-ാം ഭാഗവും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. തുടർച്ചയായി 100 കോടി ക്ലബിൽ കയറിയ ഈ ചിത്രം 2-ാം ഭാഗത്തിലും 3-ാം ഭാഗത്തിലും തീരില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ ഈ ദൃശ്യത്തിന്റെ 25-ാം ഭാഗം അവതരിപ്പിക്കുകയാണ്. ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് എത്ര മേക്കപ്പ് ചെയ്തിട്ടും ഒരു സാദൃശ്യവും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ടുന്നു. അദൃശ്യം 25. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ എൻ്റെ കുടുംബത്തിൽ ഇമ്പമല്ല ഉണ്ടായത്, ഭൂകമ്പമാണ് ഉണ്ടായത്. ക്ഷണിക്കപ്പെടാതെ വന്നൊരു അതിഥി വരുൺ. അയാളെ എങ്ങോട്ടൊന്നില്ലാത്ത ലോകത്തേക്ക് ഞാൻ പറഞ്ഞയച്ചു. ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ, ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ, ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ എന്നൊക്കെയാണ് എൻ്റെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാനത് പറയില്ല. കാരണം ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. പിന്നെ അതിഥിയെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടെന്ന് നിങ്ങൾ പറഞ്ഞതാ? അതിഥിയെ കാണണമെങ്കിൽ വാവാ സുരേഷിനോട് ചോദിക്കണം. എനിക്കറിയില്ല അതിഥി ഒന്നും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദൃശ്യം 1-ാം ഭാഗം കഴിഞ്ഞു, 2-ാം ഭാഗം കഴിഞ്ഞു, 3-ാം ഭാഗം കഴിഞ്ഞു, ഇപ്പതാ 25-ലെത്തി നിൽക്കുകയാണ്. വയസ്സായി, വയ്യ. ആദ്യത്തെ ഭാഗത്തിലെ എല്ലാം പറഞ്ഞ് ജയിലിൽ കീഴടങ്ങിയിരുന്നെങ്കിൽ ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങാൻ പാടുന്നു. ഇപ്പോ 4 പരോളും കിട്ടിപ്പോയേനെ. ഈ വയസ്സാം കാലത്ത് വിട്ട് ദ്രോഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്യല്ലേ? ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ്. അതെ, എന്റെ ഭാര്യ റാണി വരുന്നു. ഇനി ആരെ തലക്കടിച്ച് കൊന്നിട്ടാണോ വരുന്നത്? അതെ, അകത്ത് മുഴുവനും നോക്കി ടോർച്ച് കൂട്ടി ജോർജ് കാണുന്നില്ല. തുടക്കത്തിലെ പാളി എന്താ പറഞ്ഞേ? അത് മാറിപ്പോയതാ, ജോർജ് കുട്ടി ടോർച്ച് കാണുന്നില്ലാന്ന്. അമിതമായ ഭയവും ടെൻഷനും നമ്മളെ കുഴി കൊണ്ട് ചാടിക്കും. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ശ്രദ്ധിച്ച് വേണം പറയാൻ. കാരണം എന്തെങ്കിലും കിട്ടാൻ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സെറ്റിപ്പോരുത്. ജോർജ് കുട്ടിക്ക് ഇപ്പൊ സെറ്റിപ്പോയി. എനിക്കും സെറ്റി, നിനക്കും സെറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെറ്റി പോയിരിക്കാം. ആ സെറ്റിലിരിക്കണവര് മുഴുവനും തെറ്റിക്കല. എന്നാ പിന്നെ നമുക്ക് ആ റൂട്ടിൽ പോണ്ട, ഈ റൂട്ടിൽ പിടിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അതെ, മൺവെട്ടിയുടെ കയ്യിലെന്താ ജോർജ് കുട്ടി? കൗണ്ടറില്ലല്ലേ, തെറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മൺവെട്ടിയുടെ കയ്യിൽ ജോർജ് കുട്ടി എന്നല്ല പറയേണ്ടത്. ജോർജ് കുട്ടിയുടെ കയ്യിൽ എന്താ? സോപ്പ് പെട്ടി. എന്ത് പെട്ടി? ശവപ്പെട്ടി. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അമ്മയും മോള് ഓരോന്ന് കാണിച്ചു കൂട്ടും, കുഴിയെടുത്ത് മുഴുവൻ ഞാൻ. മനസ്സിലായോ? ജോർജ് കുട്ടി അതുകൊണ്ടല്ല, ജോർജ് കുട്ടിയുടെ കയ്യിൽ ഈ മൺവെട്ടി കാണുമ്പോ എനിക്ക് ടെൻഷൻ. അതുകൊണ്ടാ. എല്ലാം കുടുംബത്തിന് വേണ്ടിയല്ലേ ചെയ്തത്. ഇപ്പൊ ഒരു കാര്യം അറിയോ? ദിവസം 3 കുഴിയെടുത്തില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. മരുന്ന് കഴിക്കും പോലെ ഞാൻ കുഴിയെടുക്കുന്നത്. രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ആഹാരത്തിന് മുന്നേ ഒന്ന്. അതെന്താ ആഹാരത്തിന് ശേഷം എടുക്കാത്ത? ആഹാരം കഴിച്ചെടുത്താൽ കുനിയാൻ പറ്റില്ല. കാര്യം മനസ്സിലാക്കണം. ഓരോരുത്തർക്കും അടിച്ച് കൊന്നിട്ടാ മതി. കുഴിച്ചു പോകുന്നത് ഞാനാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആൾക്കാർ തിരിച്ചും മറിച്ചും തിരിച്ചും കുടിച്ചും ഹരിച്ചും ചോദിക്കും. ഒന്നും മാറ്റി പറയരുത്. ഓഗസ്റ്റ് 2-ാം തീയതി നമ്മൾ ഇവിടെ പോയിരിക്കായിരുന്നു, പാറമേക്കാവി പൂരം കാണാൻ. ഇപ്പൊ ജയിലിൽ കയറ്റി അടങ്ങുമല്ലേ? അങ്ങനെയല്ല പറയേണ്ടത്. പാറപ്പറ്റയിൽ പൊങ്കാലയ്ക്ക് പോയി. അത് അങ്ങനെയല്ലല്ലോ, പാറപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിന്നല്ലേ? അപ്പൊ അറിയാം, അറിഞ്ഞു വെച്ചും കൊണ്ട് നമ്മൾ ഇട്ടിങ്ങനെ വിട്ടുകയാണ്. ഒരു ജീവിതമേ ഉള്ളൂ. ഇത്രത്തോളമൊക്കെ ആയി. എല്ലാരും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കൊള്ളാം. അല്ല, കയ്യിലെന്താ? മീന. 5 പൈസയുടെ ഫിഗർ ഇല്ലെങ്കിലും ആ പേര് പറയാൻ കാണിച്ച മനസ്സാണ് ഞാനിപ്പോൾ അംഗീകരിക്കുന്നത്. അതല്ല, എന്റെ കയ്യിൽ മീനാണെന്ന്. ബില്ലുണ്ടല്ലോ അല്ലേ? ബില്ല? പിന്നെ ബില്ല് വേണം. എനിക്ക് എല്ലാ കാര്യത്തിനും ബില്ല് വേണം. ഒന്നാമത് മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ ബില്ല് വാങ്ങിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ ഒരു ബില്ലനാണ് ഞാൻ. എനിക്ക് ബില്ല് കിട്ടിയേ പറ്റൂ. എന്റെ ജോർജ് കുട്ടി സൈക്കിളിന് മീൻ വിൽക്കാൻ വരുന്നവന്റെ കയ്യിൽ എവിടെന്നാ ബില്ല്? അതൊന്നും എനിക്ക് അറിയണ്ട. ബില്ല് കിട്ടിയേ പറ്റൂ. സൈക്കിളിനെ ബെല്ലും ബ്രേക്കും ഇല്ല, പിന്നെയാണ് ബില്ല്. എന്താ ഒരു കാര്യം ചെയ്യ്, ബില്ലില്ലാത്ത ഈ മീൻ നമുക്ക് കൊണ്ട് കുഴിച്ചിടാം. എന്തോ നിങ്ങൾ കുഴിച്ചിടുന്നോ അതോ ഞാൻ ഒലക്കെടുക്കണോ? വേണ്ട, കറി വെച്ച് കഴിക്കാം. ജോർജ് കുട്ടി ആര് വരുന്നുണ്ട്? ജോർജ് കുട്ടി
കാര്യം ചെയ്യാം. ആര് വന്നാലും തിരിച്ചും മറിച്ചും ഗണിച്ച് കുരിച്ച് മാത്രമേ പറയാവൂ കേട്ടോ. അങ്ങനെ പറയാവൂ. ഓഗസ്റ്റ് 2 പാറേപ്പള്ളിയിൽ ധ്യാനം കേട്ടോ. ഓക്കെ, ജോർജ് കുട്ടി ചായോ. പേടിക്കണ്ട കേട്ടോ ബ്രോ. മാറിയിട്ടില്ല, ഇത് ജോർജ് കുട്ടിയുടെ വീട് തന്നെയാ. അല്ല, ജോർജ് കുട്ടിയുടെ വീട്ടില് ജോസഫിലെ ജോജു എന്തിനു വന്നിരിക്കുന്നത്? ജോർജ് കുട്ടി നീയാണ് പാട്ട് മാറ്റിയിട്ട് ഒന്നാട് മോഹൻലാലിന്റെ ഫിഗറുകളെ പിടിച്ചിങ്ങനെ പാട്ട് എനിക്കറിയാം. കേട്ടല്ലോ? നമ്മുടെ നീ കളി ഇത്. അല്ല, പെട്ടെന്ന് കണ്ടപ്പം മറന്നുപോയി, അതുകൊണ്ടാ. ജോർജ് കുട്ടി ബാക്കി പറ. എന്റെ മോളുടെ കാര്യം എന്തായി? അല്ല, ജോർജ് കുട്ടി ചായ ഒരു കാര്യം മനസ്സിലാക്കണം. ആ മകൾക്ക് ഇപ്പോ 20 വയസ്സല്ല, അല്ല 40-45 വയസ്സ് കഴിഞ്ഞു. അതെ. അതുകൊണ്ട് ഈ കല്യാണ കാര്യം പറയുമ്പം ആരൊക്കെ ഇവിടുന്ന് ഫോൺ വിളിച്ച് മുടക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ മോളെ കെട്ടിയെടുക്കാനായിട്ട് അല്ല, കെട്ടിച്ച് വിടാനായിട്ട് ആരും സമ്മതിക്കില്ലല്ലേ? എന്ത് ചെയ്യുമെന്ന് പറയത്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, നടക്കാവിന്ന് വന്ന ആലോചന നടക്കൂല. അത് നടക്കാവിന്ന് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു നടക്കൂലെന്ന്. പേടിക്കണ്ട, മണ്ണാർക്കാട്ടിൽ നിന്ന് വേറൊരു ആലോചന വന്നിട്ടുണ്ട്. ഓ, അതെങ്കിലും മടർന്നാ മതിയായിരുന്നു. എങ്ങനെയാണ് റാണി തന്നു വിടുന്നോ അതോ ഞാൻ കൊണ്ടുപോണോ എന്ത് ഈ മണർക്കാട് കോമഡി കുഴിച്ചിടാനായിട്ട്? ഇതാകുമ്പോ നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ അങ്ങ് തീരും, ടെലികാസ്റ്റ് പോവില്ല. അല്ലല്ല, കുഴിച്ചിടരുത്, ജനങ്ങൾ കാണണം. എന്നിട്ട് ഈ റാണി ഏറിക്കിടന്ന് പറക്കണം, എനിക്ക് കാണണം. എന്നാ പറ്റേ ബാക്കി കാര്യങ്ങൾ പറയൂ. അല്ല, ഞാൻ അല്ല, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചുറ്റില് ശത്രുക്കളുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മുടെ വാഴത്തോട്ടത്തിൽ ആരോ വന്നു പോകുന്നുണ്ട് ജോജുട്ടി. റാണി, അതല്ല, ഇളയ മോളുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്ന് പരിശോധിക്കണം. അവൾ ആളത്ര ശരിയൊന്നും അല്ല. അവൾ ആരെങ്കിലും വിളിച്ച് കേട്ടി കഴിഞ്ഞാ നീ വന്ന് തലക്കടിക്കും. ഞാനല്ലേ കുഴിച്ചിടാൻ. അതുകൊണ്ട് മക്കൾക്ക് ഒരു സമാധാനം തരണം. ഒരു ജീവിതമേ ഉള്ളൂ. എത്രാത്തും പറഞ്ഞ കുഴിയെടുത്ത് ജീവിക്കുന്നത്. അല്ല ജോർജ് കുട്ടി ചായ, ആരുടെ തലക്കടിക്കും കുഴിച്ചിടുമെന്നൊക്കെ അതൊക്കെ വേറെ കാര്യങ്ങൾ. മോൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അല്ല, ഈ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഫിലിം പ്രൊഡ്യൂസർ ഒക്കെ അല്ലേ, ഒരു CCTV വെക്കണം. നമുക്ക് CCTV വെക്കാൻ പറ്റില്ല. ജിത്തു ജോസഫ് സമ്മതിക്കില്ല. കാര്യം ടെസ്റ്റ് ഉണ്ടേ, ടെസ്റ്റ്. ഓക്കെ. അല്ല, മോളെ പുറത്തോട്ടൊന്നും കണ്ടില്ല, എവിടെ പോയി? മോള് അമ്മയുമായിട്ട് ചെറിയൊരു പ്രശ്നത്തിൽ. അമ്മയുമായിട്ട് എന്ത് പ്രശ്നം? അമ്മയും മോളും ആവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഇതാണ് ആൾക്കാരുടെ കുഴപ്പം. ആരുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ ചേല അല്ലേ? അല്ലേ ചേച്ചി? ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ പിന്നെ മോൻ പോവല്ലേ? അല്ല, ജോർജ് കുട്ടി ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആരോ വരുന്നുണ്ട്, ഞാൻ കുഴി എടുക്കാം. അല്ലേ? അയ്യോ, അതാ പ്രഭാകരൻ സാറാണെന്നാ തോന്നണേ. അയ്യോ, ഏത് പ്രഭാകരൻ? വരുൺ പ്രഭാകരന്റെ അച്ഛനെ. ഗീതാ പ്രഭാകരന്റെ ഭർത്താവ്.